കണ്ടു എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്ത് കാണുന്നതിനേക്കാളും വി ആർ എക്സ്പീരിയൻസിങ് ഫോറസ്റ്റ് ആസ് എ ഹോൾ. അങ്ങനെ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻറിച്ചിങ് ഇൻപുട്ട് തരുന്നത്. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ ക്ലാസ്സില് ഒരു ആശയത്തിൽ നിന്ന് കുട്ടി വാക്കുകളിലേക്കും അക്ഷരങ്ങളിലേക്കും വരുന്നതാണ് കുട്ടിയെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്, എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ലേണിംഗ് ഈസ് എൻജോയ്മെന്റ്. നമ്മളിപ്പം ബാബ ബ്ലാക്ക് ഷിപ്പ് ഹാവ് യു എനി വൂൾ, എസ് ആർ 3 bags ഫുൾ. ഈ ബ്ലാക്ക് ഷീപ്പ് എന്താണ്? ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നഴ്സറി റൈംസ് അല്ലെ, സോങ്സ് ആൻഡ് റൈംസ്. ബട്ട് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ് ദാറ്റ് ദ ചൈൽഡ് ഡസൻ നോ? കുട്ടിക്ക് അതിന്റെ മീനിങ് അറിയത്തില്ല, റൈറ്റ്? ഈണത്തിന് പാടുകയാണ്, ടീച്ചറിനൊപ്പം കളിക്കുകയാണ്, പക്ഷെ നമുക്ക് അതിൽ നിന്ന് അവർ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നു. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകാനും, ഇംഗ്ലീഷ് സംസാരിക്കാനും, ഇംഗ്ലീഷിൽ എഴുതാനും, ഇംഗ്ലീഷ് വായിക്കാനും വേണ്ടിയാണ് ഗ്രാജുവലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്? ഓക്കെ, ഞാൻ എൻ്റെ സംസാരം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും കൂടെ മാറ്റുകയാണ് കേട്ടോ. ഐ ഡോണ്ട് നോ വെദർ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഐ സ്പീക്ക് ടോട്ടലി ഇൻ ഇംഗ്ലീഷ്. അതുകൊണ്ടാണേ. ഏതാ വേണ്ടേ? ഫുൾ ഇംഗ്ലീഷ് വേണോ അതോ ഇടയ്ക്ക് മലയാളം കൂടെ പറയണോ? ഇംഗ്ലീഷ് യൂസ് ചെയ്യണോ? രണ്ട് യൂസ് ചെയ്യണം. മിക്സ്. I don't know your level of comprehension, your level of understanding. That's why I am switching over to Malayalam also. Okay. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പറയാം. ദീസ് ആർ ദ ബേസിക് തിങ്സ്. ഇനി മറ്റൊരു കാര്യം കൂടി അതിനു മുന്നേ എനിക്ക് പറയാനുണ്ട്. നമ്മളിപ്പം ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് കുട്ടി കേൾക്കണം. വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, കം ഇൻ, ഓക്കെ, സിറ്റ് ദേർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കുട്ടികളോട്. അപ്പൊ അതൊക്കെ അവർക്ക് മനസ്സിലാകണം. അങ്ങനെയുള്ള ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, യുവർ ഫ്രോക്ക് ഇസ് വെരി നൈസ്, വെർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ടുഡേ യുവർ ബർത്ത്ഡേ. അങ്ങനെയൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഹാപ്പി ബർത്ത്ഡേ, ഓ നോ സ്വീറ്റ്സ്, ഹിയർ ഈസ് ദ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടിയോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ഇന്ററാക്ഷനില് നമ്മൾ ഈ ഉപയോഗിക്കുന്നതിലെല്ലാം ഇംഗ്ലീഷിലെ ചില സ്ട്രക്ചറുകളുണ്ട്. ആ സ്ട്രക്ചർ ഒന്നും കോൺഷ്യസ് ആയിട്ടല്ല കുട്ടി പഠിക്കുന്നത്. ഓ കമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കമിൻ അല്ലെ, കറക്റ്റ് ഗ്രാമർ ആണ്. അതൊന്നും ഗ്രാമർ അറിഞ്ഞുകൊണ്ടല്ല കുട്ടി കേൾക്കുന്നതും അല്ലെ നമ്മൾ പഠിപ്പിക്കുന്നതും ഒന്നും ഈ സ്റ്റേജില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമ്മൾ പറയുന്ന സെന്റൻസ് അതിന്റെ മീനിങ് കിട്ടുന്ന, നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ കുട്ടിയുടെ ചിന്തയും അത് തന്നെ ആവുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴാണ് കുട്ടിക്ക് അത് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് പറയാം. ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ക്ലാസ്സിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടോ? Do you draw pictures in your class? ഒരാള് പറയോ എങ്ങനെയാണ് ഒരു പിക്ചർ ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടി ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഒരാള്, എല്ലാരും കൂടെ പറയുമ്പോൾ എലിസബത്ത് മാം, can you sing? Two pictures. How can we teach children English? Shabina. Shabina ma'am. ഇംഗ്ലീഷ് അക്ഷരം എഴുതിയിട്ട് അതിന് കൂടി വരുന്ന ഒരു പിക്ചർ വരച്ചു കാണിക്കും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ പറയുന്ന കുട്ടിയോട് പറയണ ഇംഗ്ലീഷ് എന്താണ്? നല്ല ആക്ടിവിറ്റിയാണ്. ഒരക്ഷരത്തിൽ നിന്ന് ഒരു പിക്ചറിലേക്ക് വരുന്നത്. അപ്പോഴെന്താ പറയണ കുട്ടിയെടുത്ത്? നമ്മൾ ചുമ്മാ നിന്ന് വരയ്ക്കുകയാണോ ചെയ്യുന്നത് ബോർഡില്?
അല്ല, അക്ഷരത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ എ വരച്ചിട്ട് എന്തെങ്കിലും പടം ആ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. പടം വരയ്ക്കുകയാണോ എന്ന് പറയും. ഓക്കെ, ഓക്കെ, മനസ്സിലായി എനിക്ക്. അക്ഷരങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇവിടെ ആക്ച്വലി ഷബീന മാം, can you unmute your phone? Please unmute. ഷബീന മാം, some disturbance. മാഡം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. Some disturbance. Some of your phone has to be muted. I think Shabina teacher is not there. ഷബീന, അതിലൊരു പേര് കാണുന്നത് ഷബീന എന്നാണ്. അതൊന്ന് മ്യൂട്ട് ചെയ്താലേ ഈ പറയണത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മൾ ഒരു പിക്ചർ ക്ലാസ്സിൽ വരയ്ക്കുന്നു. ആ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാനായിട്ട്. ഉദാഹരണത്തിന് വി ആർ ഡ്രോയിങ് എ കാർ. ആദ്യമേ നമ്മൾ കാറാണ് വരയ്ക്കുന്നതെന്ന് പറയുന്നില്ല. ടീച്ചർ ഇവിടെ ഒരു പിക്ചർ വരയ്ക്കാൻ പോവുകയാണ്. ക്യാൻ യു സേ വാട്ട് ഇറ്റ് ഈസ് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഇംഗ്ലീഷ് എന്താണ്? മലയാളത്തിൽ പറഞ്ഞു ടീച്ചർ ഒരു പടം വരയ്ക്കാൻ പോവുകയാണേ. ക്യാൻ യു സേ വാട്ട് ഇറ്റ് ഈസ് എന്ന് ചോദിക്കുമ്പോ ദ ചിൽഡ്രൻ വിൽ പ്രെഡിക്റ്റ്. ടീച്ചർ അല്ലെങ്കിൽ ബുക്കാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ ആണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഓറഞ്ച് ആണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ബസ്സാണ് വരയ്ക്കുന്നത് എന്നൊക്കെ കുട്ടികൾ പറയും. ഓക്കെ, നൗ ലുക്ക് ഹിയർ. നോക്കൂ, എഗെയിൻ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത്. ലുക്ക് ഹിയർ. നോക്കൂ, അപ്പോ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്, ഒരു കാറിന്റെ ചിത്രം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഐ ആം ഡ്രോയിങ് എ പിക്ചർ. ലുക്ക് ഹിയർ ഓൾ ഓഫ് യു. ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോ ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ വരയ്ക്കുന്നത്. ജസ്റ്റ് ഒരു പാർട്ട്. അത് എങ്ങനെ ഒരു വര വരച്ചു കാണുന്നുണ്ടോ? ഒരു ലൈൻ കാണാമോ? കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഒരു ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ച. ഒന്ന് കട്ടിക്ക് വരയ്ക്കാം. കണ്ടോ? യെസ് മാം. ആ, വാട്ട് ഐ ആം ഡ്രോയിങ്. ഇപ്പൊ കുട്ടികൾ പ്രെഡിക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പറയാമോ വാട്ട് ഐ ആം ഡ്രോയിങ്? Sleeping line. Sleeping line. സ്ലീപ്പിംഗ് ലൈൻ. Sleeping line. A line. It's not a line. I am going to draw a picture. സ്ലീപ്പിംഗ് ലൈൻ. Now can you say what it is? സി. സി. See. റെക്ടാങ്കിൾ. Now can you say? ഐ തിങ്ക് കാർ. Is it a car? No. Is it a car? No. No. Again I am drawing. യെസ്. Now can you say what it is? എം. Hmm? What is this? എം. I can't hear. എം. I think it's a car. It's a car. Are you sure? Now, Yes, what car. is this? What is this? യെസ് മാം. ഇറ്റ്സ് കാർ. Is this a car? Yes. Are you sure? Yes, ma'am, it's a car. It's a car. You are sure? No. Okay. I finished car out time. Now tell me. Hmm? യെസ് കാർ.
Car. Yes, Okay. it is a car. It is a car, you are sure? Yes, it's a car. Are there tires? Not. Are there tires? Tire? No. No, No, not there. No, madam. No, madam. Can you draw tire? How many tires? One is there. One is there. One is there. How many tires are there for a car? Four. Four, madam. Tires. Okay. Four, madam. Okay. Okay. This is a car. What is this? This is a car. This is a car. Okay? Right? Yes. So, this is an activity for children. So, here I spoke full English. ഒരു സെന്റൻസ് ഫുൾ ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു പടം വരയ്ക്കാൻ പോവുകയാണേ, എന്താന്ന് പറയണം. സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചേ? Can Can you say a picture. Can you? I am drawing a picture എന്ന് ചിലപ്പോ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവണമെന്നില്ല ആദ്യം പറയുമ്പോ. അതുകൊണ്ട് ആദ്യത്തെ സെന്റൻസ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. ടീച്ചർ ഇവിടെ ഒരു പടം വരയ്ക്കാൻ പോവുകയാണ്. വിച്ച് പിക്ചർ? ക്യാൻ യു സേ? അപ്പോഴേക്ക് അല്പം വരച്ചപ്പോ കുട്ടി എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു അല്ലേ? അടുത്ത് വീണ്ടും കുറച്ചുകൂടെ വരച്ചു. ആദ്യമേ ഞാനൊരു കാറ് വരച്ചില്ല, കുറച്ചുകൂടെ വരച്ചു. അപ്പൊ എല്ലാ കുട്ടികൾക്കും പടം എന്താണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പറയും. ആര് പറയുന്നതാണ് ശരി? ഈ കാറിനെ നമുക്ക് ജീപ്പ് നോക്കാം. അവര് കാറ് പറയുമ്പോ അതിനെ മാറ്റി വരച്ചു കൊണ്ടുപോയി ജീപ്പാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നും വരയ്ക്കുമ്പോൾ നൗ ക്യാൻ യു സേ വാട്ട് ഇറ്റ് ഈസ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നു കാർ. അപ്പൊ ഞാൻ ചോദിച്ചു ഷുവർ, ആർ യു ഷുവർ? അപ്പൊ യെസ്. അപ്പൊ വീണ്ടും അങ്ങനെ ആദ്യം നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു, ബെഡ്. അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാം നോ, ഇറ്റ് ഈസ് നോട്ട് എ ബെഡ്, ഇറ്റ് ഈസ് നോട്ട് എ, ഇറ്റ് ഈസ് നോട്ട് ദ ലെറ്റർ സി. ഇതെല്ലാം നമുക്ക് പറഞ്ഞു വന്നിട്ടാണ് ഇങ്ങനെ വരച്ചു വരുമ്പോ ഓരോ പ്രാവശ്യവും വരയ്ക്കുമ്പോൾ നമ്മൾ കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഇംഗ്ലീഷിലാണ്. നൗ ക്യാൻ യു സേ? അപ്പൊ വീണ്ടും കുട്ടി പറയും. അങ്ങനെ പറഞ്ഞു പിക്ചർ ഏതാണ്ട് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോ യെസ്, ഇറ്റ് ഈസ് എ കാർ, ദിസ് ഈസ് എ കാർ എന്ന് നമ്മൾ അപ്പോഴ് പറയുന്നു. എന്നിട്ടാണ് കുട്ടിയോട് വീണ്ടും നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദിസ്? എന്തുത്തരം പറയും? this is a car. This is a car. ആ സമയത്ത് നമുക്ക് അതിന്റെ താഴെ എഴുതാം. അതാണ് കുട്ടിയുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള റൈറ്റിംഗ്. ഒരു സെന്റൻസ് തന്നെയാണ് നമ്മൾ അവിടെ എഴുതുന്നത്. അതിന്റെ താഴെ നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതാം. കാണുന്നുണ്ടോ ഞാൻ എഴുതുന്നേ? കണ്ടോ? Yes. ആ, this is a car. ഇങ്ങനെ എഴുതി this is a car. ഒന്ന് തൊട്ട് വായിക്കുന്നു. this is a car. this is a car. ഓരോ പ്രാവശ്യം പറയുമ്പോഴും ആ വാക്കുകളിൽ തൊട്ടുകൊണ്ട് വായിക്കുന്നു. നോക്കൂ, ഇതൊരക്ഷരമല്ല കുട്ടിയുടെ മുന്നില്, ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ്. ആ ആശയം രൂപപ്പെട്ടത് എവിടെയാണ്? കുട്ടിയുടെ മനസ്സിലല്ലേ? നമ്മൾ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടിയാണ് ഗസ് ചെയ്യുന്നത് ഇതെന്തായിരിക്കും എന്ന്. കുട്ടി ഓരോ ഘട്ടത്തിലും ചിന്തിക്കുകയാണ്. വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദിസ് എന്ന് ഇടയ്ക്ക് ടീച്ചർ നൗ ക്യാൻ യു സേ വാട്ട് ഇറ്റ് ഇസ്? ഓ, ഇസ് ഇറ്റ് എ കാർ? യെസ്, ദിസ് ഇസ് എ കാർ എന്ന് അവസാനമാണ് വരുന്നത്. ഇടയ്ക്ക് ആർ യു ഷുവർ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അവിടെയൊന്നും അർത്ഥം പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുകയാണ്.
അവസാനം ഇത് എഴുതിയത് കണ്ടോ? ഇത് എഴുതുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സിൽ എഴുതുമ്പോ എങ്ങനെയാണ് ഈ എഴുത്ത് കുട്ടിയെ പരിചയപ്പെടുത്തുന്നത്? ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പറയൂ. ആ ലൈൻസുകളൊന്ന് ലൈൻസ് കേൾക്കുന്നില്ല, ഒരാളും പറയൂ. സുനീത. ഏത് പ്ലാറ്റ്ഫോം ആയാലും ലിമിറ്റ് ഉണ്ടാവും. ലൈൻസുകൾ ഫസ്റ്റ് ലൈൻസുകൾ പഠിപ്പിക്കില്ല മാം. സ്ലീപ്പിംഗ് ലൈൻസ് പഠിപ്പിക്കാം. ഓക്കെ. സ്ലീപ്പിംഗ് എന്നിട്ട് ആൽഫബറ്റ് പഠിപ്പിക്കും. ഞാൻ ചോദിച്ചത് ഇവിടെ ലൈൻസ് പഠിപ്പിക്കാൻ തന്നെ ടീച്ചറാണ് ഇവിടെ എഴുതിയത്. ഓക്കെ. ടീച്ചർ നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് നമ്മൾ കൺസീവ് ഒന്ന് യൂസ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യും. ബിഗ് ലെറ്റേഴ്സ്, അതായത് വലുതാക്കി നമ്മൾ റൈറ്റ് ചെയ്യും. എങ്ങനെ? കേട്ടില്ല ടീച്ചറെ, അതായത് നമ്മൾ ഒരു കൺസീവ് ലെറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ വലുതായി കുട്ടികൾക്ക് കാണാവുന്ന തരത്തിൽ എഴുതും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ദാറ്റ് ഈസ് ദ വേ യു റൈറ്റ്. എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ദിസ് ഈസ് എ കാർ, ഇതിപ്പം ഈ ഒരു സ്ക്രീനിലായോണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ വലിയ ചാർട്ടില് നമ്മൾ ക്ലാസ്സില് അക്ഷരങ്ങള് വലുതാക്കി ശ്രുതി പറഞ്ഞ പോലെ കർസീവ് റൈറ്റിംഗ് ഒന്നും അല്ലാതെ വളരെ കൃത്യമായി ലെജിബിളായി നമ്മൾ എഴുതും. എഴുതുമ്പോൾ പറയുന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാനിവിടെ THIS എന്ന് പറഞ്ഞില്ല, ദിസ് എന്നാണ് പറഞ്ഞത്. ദിസ് എന്ന് പറഞ്ഞു. ഫോണിക് സൗണ്ട് യൂസ് ചെയ്ത് പറയും. ഓക്കെ, മനസ്സിലായി. ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞ് ഫോണിക്സ് യൂസ് ചെയ്ത് പറയും. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഓരോ വേർഡും പല പ്രാവശ്യം പറഞ്ഞ് കുട്ടിയെ അത് പരിചയപ്പെടുത്താണ്. ദിസ് അതുമ്പോ ടച്ച് ചെയ്ത് ദിസ് ഈസ് എ കാർ അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോ കുട്ടിക്ക് ആ വേർഡായിട്ട് ഒരു കണക്ഷൻ വരാണ്. ഓക്കെ, ശരി. അപ്പൊ അതുപോലെ നമ്മൾ THIS എന്നല്ല, ദിസ് ഈസ് എ കാർ തൊട്ട് വായിക്കുന്നു അല്ലേ? ഇനി മൊത്തത്തിൽ വായിക്കും ദിസ് ഈസ് എ കാർ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാർട്ടിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ കാറിനെ കളർ ചെയ്യാം. ഓക്കെ, ഏത് കളർ, വിച്ച് കളർ കുട്ടിയോട് ചോദിക്കാം. എന്നിട്ട് സ്കെച്ച് പെൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് കളറുകൾ പരിചയപ്പെടുത്താം. റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനെ ഗ്രീൻ. വിച്ച് കളർ ഇസ് ദ കാർ? അപ്പൊ കുട്ടികൾ പറയും ഏത് കളർ കൊടുക്കണം എന്നുള്ളത്. അതനുസരിച്ച് ആ കാറിനെ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കളർ ചെയ്യാം ചാർട്ട് ഷീറ്റില്. ഓക്കെ, ഇപ്പൊ റെഡ് കാർ ആണെങ്കിൽ ദിസ് ഇസ് എ കാർ കഴിഞ്ഞിട്ട് അതിന്റെ താഴെ നമുക്ക് എഴുതാം. ഇപ്പൊ റെഡ് ആണ് കളർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം വൈറ്റ് ആണ്, അല്ലെങ്കിൽ യെല്ലോ ആണ് എങ്കിൽ റെഡ് കളർ ആണെങ്കിൽ, അല്ലെ ബ്ലൂ കാർ ആണ് എങ്കിൽ എ ബ്ലൂ കാർ. അടുത്ത് നമ്മൾ എഴുതുന്നത് എ ബ്ലൂ കാർ. ദിസ് ഇസ് എ കാർ തൊട്ട് വായിക്കുന്നു എ ബ്ലൂ കാർ. നോക്കൂ, ഇപ്പൊ 2 സെന്റൻസുകളായി അവിടെ. ഇനി അത് ചാർട്ട് ഷീറ്റില് വൈറ്റ് ബോർഡിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിലോ എഴുതി തുടച്ചു കളയുകയല്ല. ഈ ഘട്ടത്തില് കഴിയുന്നതും ചാർട്ട് ഷീറ്റിൽ തന്നെ എഴുതണം. ഡിഫറെന്റ് കളേഴ്സ് മാർക്കേഴ്സ് ഇട്ട് നിങ്ങൾ എഴുതുകയും വേണം. ഇപ്പൊ ബ്ലൂ കാർ എന്ന് എഴുതിയെടുത്ത് കുട്ടിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആ ബ്ലൂ എന്നുള്ളത് ബ്ലൂ മാർക്കർ ഇട്ട് തന്നെ എഴുതുക. റൈറ്റ്? അപ്പോ കളർ അസോസിയേഷൻ, വേർഡും കളറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ കുട്ടിയുടെ മനസ്സിൽ വരും. റെഡ് കാർ ആണെങ്കിൽ ആ റെഡ് എന്നുള്ളതും കൂടി നിങ്ങൾ റെഡ് ഇട്ട് എഴുതുകയാണെങ്കിൽ എ റെഡ് കാർ. അപ്പൊ ആ റെഡ് എന്നുള്ള ഒരു കളർ ഐഡന്റിഫിക്കേഷൻ കുട്ടിയുടെ മനസ്സിൽ വരും. ഇപ്പൊ ഇവിടെ 2 സെന്റൻസ് ആയി. ദിസ് ഇസ് എ കാർ, നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ പറയുന്നത് ഒരു ഐഡിയ കുട്ടിയുടെ മനസ്സിൽ ആദ്യം ക്രിയേറ്റ് ചെയ്തു. കുട്ടി തന്നെയാണ് അത് കാറാണെന്ന് പറഞ്ഞത്. അപ്പൊ ദിസ് ഈസ് എ കാർ എന്നുള്ളത് കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വന്ന ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിന് നമ്മൾ ആ കാറിന്റെ അടിയിൽ പറഞ്ഞുകൊണ്ട് എഴുതി ദിസ് ഈസ് എ കാർ.
അതിന്റെ പിന്നെ ഇനി നമുക്ക് കളർ ചെയ്താലോ, വിച്ച് കളർ, അവിടെയാണ് ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അതിനുവേണ്ടിയാണ് ഈ വരയൊക്കെ നടത്തുന്നത് നമ്മള്. വിച്ച് കളർ, ഒരു കുട്ടി പറയുന്നു ചുവപ്പ് എന്നാണ് പറയുന്നെങ്കിൽ നമ്മൾ അവിടെ റെഡ് എന്ന് ചോദിക്കുമ്പം ഈ കളറും കൂടി കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ ഒരാൾ പറയും വേണ്ട വേണ്ട വേറെ കളർ മതി. അപ്പോ അവിടെ ഒരു കൺസെൻസസിൽ എത്തിയിട്ട് നമ്മൾ ഇപ്പോ ഈ കാറിന് ഈ കളർ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കളർ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ താഴെ അടുത്ത സെന്റൻസ് എഴുതുന്നു, എ ബ്ലൂ കാർ. അപ്പൊ ദിസ് ഈസ് എ കാർ, എ ബ്ലൂ കാർ. ഇനി എഴുതുമ്പോൾ ഉള്ള പ്രത്യേകതകളൊക്കെ നിങ്ങളും പറഞ്ഞു. വലിപ്പത്തിൽ എഴുതണം, ലെജിബിൾ ആയിട്ട് എഴുതണം. പിന്നെ കളർ പറഞ്ഞ് നമ്മൾ എഴുതുമ്പോ മാർക്കർ വെച്ച് ആ കളർ തന്നെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ബ്ലൂ എന്നുള്ള കളറ് ബ്ലൂ ഇങ്ക് വെച്ചാണെങ്കിൽ ബ്ലൂ എന്നുള്ള വാക്കിൽ തന്നെ ആ ബ്ലൂ കളർ കൂടി കുട്ടിക്ക് ഒരുമിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പെട്ടെന്ന് കുട്ടിയുടെ മനസ്സിൽ അത് പതിയും. ഇനി തീർന്നില്ല ഈ പ്രോസസ്. ഇപ്പൊ ഒരു ഡിസ്ക്രിപ്ഷൻ ആയി. ഒരു കാറിനെ കുറിച്ച് എഴുതുന്ന 2 സെന്റൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഈ തലത്തില് ഒരു വാക്കിലുപരി കുട്ടി സെന്റൻസ് കേൾക്കുന്നു, ആ സെന്റൻസ് കാണുന്നു, ആ സെന്റൻസ് ടീച്ചർ വായിക്കുന്നു. ഇനി ദിസ് ഇസ് എ കാർ എന്ന് തൊട്ട് വായിക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടി ടീച്ചറിനൊപ്പം അത് പറയുന്നു. അപ്പോ അവർ പറയുന്നു ടീച്ചറിനൊപ്പം. അവര് തന്നെ ജനറേറ്റ് ചെയ്ത സെന്റൻസ് ആണ്. അത് എഴുതുന്നത് കണ്ടു, അത് അവർ പറയുകയാണ്. ദിസ് ഈസ് എ കാർ. ഇനി നമുക്ക് അടുത്ത കുട്ടിയോട് പറയാം, കാർ എന്നുള്ളത് ഇതിൽ വന്ന് തൊട്ട് കാണിക്കാമോ? ഇപ്പൊ നമ്മളിതേ ടീച്ചർ കാർ എന്ന് എഴുതുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് CAR എന്നല്ല അവിടെ പറയുന്നത്, കാർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ കാർ ആസ് എ യൂണിറ്റ് കുട്ടിയുടെ മനസ്സിൽ കിട്ടുകയാണ്. ഇതാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും എഴുത്തല്ലെ വാക്കുകൾ പഠിക്കാൻ എളുപ്പം. അപ്പോ കാർ ആർക്ക് വന്ന് തൊട്ട് കാണിക്കാം എന്ന് ചോദിക്കുന്നു. ഒരു കുട്ടിയെ വിളിക്കുന്നു. ഒരു പക്ഷേ കുട്ടി കാറിലല്ല തൊട്ട് കാണിക്കുന്നെങ്കിൽ നമുക്ക് മറ്റു കുട്ടികളോട് ചോദിക്കാം, അല്ലെ കാർ എന്ന് എഴുതിയതാണോ തൊട്ട് കാണിക്കുന്നതെന്ന് മറ്റുള്ളവരോട് ചോദിക്കാം. അപ്പൊ മറ്റുള്ളവർ അത് ശരിയാണോ എന്ന് പറയണം. അപ്പൊ ശരിയാണെങ്കിൽ ആ കുട്ടിയെ യെസ് യു ആർ റൈറ്റ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കുട്ടിയെ വിടുന്നു. അടുത്തയാള് വേറൊരു വാക്ക് അതിൽ തൊട്ട് കാണിക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പൊ വീണ്ടും എല്ലാ കുട്ടികളും ഇതിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇനി അടുത്ത ബ്ലൂ കാർ ആർക്ക് തൊട്ട് കാണിക്കാം എന്ന് പറയുന്നു. അപ്പൊ താഴെ ബ്ലൂ എന്നുള്ള കളർ കൂടി ഇട്ടാണ് നമ്മൾ എഴുതിയെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. ബ്ലൂ കാർ. ഈ രീതിയിലാണ് ഒരു സെന്റൻസ്, ആദ്യം ഒരു ഐഡിയ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായതിനെ നമ്മൾ സെന്റൻസിലേക്ക് എൻകോഡ് ചെയ്യുന്നു, അതിനെ എഴുതുന്നു, ആ എഴുതിയതിനെ ടീച്ചർ വായിക്കുന്നു, തൊട്ട് വായിക്കുന്നു. നേരത്തെ ഇവിടെ ഷൈനി ടീച്ചറാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതുപോലെ നമ്മൾ ഓരോ വാക്കും തൊട്ട് ഇങ്ങനെ വായിക്കുന്നു. കുട്ടിയോട് ടീച്ചർ പറയുന്ന വാക്ക് തൊട്ട് കാണിക്കാൻ ആവശ്യപ്പെടുന്നു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്തയാൾ വരുന്നു, വേറൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് തൊട്ട് കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ 2 സെന്റൻസ് എഴുതി, ദിസ് ഇസ് എ കാർ, എ ബ്ലൂ കാർ. അപ്പൊ ഇതിൽ ആദ്യം സെന്റൻസ് തൊട്ട് കാണിക്കാൻ പറയാം. എ ബ്ലൂ കാർ ആർക്ക് തൊട്ട് കാണിക്കാൻ വരൂ. അപ്പൊ അവർ കാണിക്കുന്നു, ഓക്കെ റൈറ്റ് വെരി ഗുഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ വിടുന്നു. അത് കഴിഞ്ഞിട്ടാണ് വാക്കുകളിലേക്ക് വരുന്നത്. ദിസ് ആർക്ക് തൊട്ട് കാണിക്കാം, ഈസ്. അപ്പൊ പല പ്രാവശ്യം അവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ വാക്കും ഇവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗ്രാഫിക് റീഡിംഗ് എന്നും ഗ്രാഫിക് റൈറ്റിംഗ് എന്നും പറയുന്നത്. ഈ ചെറിയ ക്ലാസ്സില് ബിഗിനേഴ്സിന്, തുടക്കക്കാർക്ക് ഗ്രാഫിക് റീഡിങ്ങും ഗ്രാഫിക് റൈറ്റിങ്ങും നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് എഴുതാൻ പറ്റും. അവരെഴുതുന്നത് ഒരു വാക്കോ ഒരക്ഷരമോ അല്ല, ഒരു സെന്റൻസ് തന്നെയാണ് അവരെഴുതുന്നത്. അപ്പൊ അത് ഈ അക്ഷരങ്ങൾ എഴുതുന്നതിനേക്കാൾ വലിയ ശേഷി, അക്ഷരം എഴുതണ്ടെന്നല്ല, അടുത്തടുത്ത് വരുന്ന ഘട്ടത്തിലേക്ക് അക്ഷരങ്ങളിലേക്ക് വന്ന് അത് തിരിച്ചറിഞ്ഞ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു സെന്റൻസിനെ കൃത്യമായി ഒരാശയത്തെ തിരിച്ചറിയാനാണ് കുട്ടിക്ക് എളുപ്പം. അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തല്ല, നമ്മൾ വരയിലൂടെ ഡ്രോയിങ്ങിലൂടെ തുടങ്ങി എന്താണെന്ന് കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിച്ചു, കുട്ടിയിൽ നിന്ന് ആ സെന്റൻസ് കിട്ടി, ആ കിട്ടിയ സെന്റൻസിനെ ടീച്ചർ എഴുതുകയാണ് ചെയ്തത്. ആ എഴുതുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വാക്കുകളായി, അക്ഷരങ്ങളായി അല്ല, വാക്കുകളായി പറഞ്ഞുകൊണ്ട് എഴുതി
തൊട്ട് വായിച്ചു. അടുത്ത് കുട്ടിയെ തൊട്ട് കാണിക്കാൻ കുട്ടിയും ടീച്ചറും കൂടി ഒരുമിച്ച് വായിച്ചു. ഇനി കുട്ടിയെ നമ്മൾ പറയുന്ന സെന്റൻസ് തൊട്ട് കാണിക്കാൻ വിളിക്കുന്നു, വാക്ക് തൊട്ട് കാണിക്കാൻ വിളിക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞാൽ ആ ചാർട്ട് ആ ക്ലാസ്സിൽ തന്നെ ഇട്ടിരിക്കണം. ഇത് വീണ്ടും കുട്ടി നെക്സ്റ്റ് ഡേയും കാണും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ക്ലാസ്സിൽ തന്നെ കിടക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂം ഇംഗ്ലീഷ് അക്വിസിഷൻ റിച്ച് എൻവയോൺമെന്റ് ആയിട്ട് മാറുന്നത്. ഭാഷ ആർജിക്കാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യമായി നമ്മുടെ ക്ലാസ് മുറികൾ മാറുമ്പോഴാണ് കുട്ടിക്ക് എളുപ്പം ഭാഷ പഠിക്കാനും പറ്റും. കാരണം ഇത് അവര് പറഞ്ഞതാണ്, അവര് തൊട്ട് കാണിച്ചതാണ്, അവര് തിരിച്ചറിഞ്ഞതാണ്. അത് ക്ലാസ്സിൽ തന്നെ ഒരു 5-6 ദിവസം ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ അവർക്കത് ഓരോന്നും വീണ്ടും അവരുടെ മനസ്സിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കാറിനെ കുറിച്ച് വേറൊരു കാറ് വരുമ്പോഴത്തേക്ക് ആ കാറ് റെഡ് കാറാണ്, ആ റെഡ് കാർ ആണെങ്കിൽ അടുത്ത റെഡ് കാർ, ബ്ലൂ കാർ, അങ്ങനെ ആ കാർ കളറുകളെ തിരിച്ചറിയാനും അതുപോലെ സെന്റൻസുകളെ തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞുകൊണ്ട് വായിക്കാനും കുട്ടികൾക്ക് കഴിയും. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിവിറ്റീസ് യു ഹാവ് ടു ഗിവ് ഇൻ ദ ക്ലാസ്. കൊടുക്കാൻ പറ്റുമോ ഇത്, ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി കുട്ടിക്ക്? കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? പറ്റും. നല്ല ഇതില് പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടി ഭയങ്കരമായിട്ട് ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ ശ്രദ്ധ, ഇവിടെ ശ്രദ്ധിക്ക്, അവിടെ ഇരുന്ന് കളിക്കല്ലേ എന്നൊന്നും നമുക്ക് പറയേണ്ടി വരില്ല. കാരണം ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി ഇത് എന്താ വരയ്ക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോ അത് എന്തിലേക്കാണ് വരുന്നത് എന്നുള്ള, അപ്പൊ ഇതിൽ ആര് പറഞ്ഞതാണ് ശരി, അപ്പൊ കുട്ടിയുടെ ക്യൂരിയോസിറ്റി അവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ടോട്ടൽ അറ്റൻഷൻ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് സെന്റൻസിലേക്കും സെന്റൻസിന്റെ റീഡിങ്ങിലേക്കും റൈറ്റിങ്ങിലേക്കും വരാൻ പറ്റും. ഇനി ഇതിന്ന് നമുക്ക് സോങ്ങിലേക്ക് വരാൻ പറ്റും. ഇതിന്ന് നമുക്ക് സോങ്ങിലേക്ക് വരാൻ പറ്റുന്ന എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? 99 ഉള്ളൂ, ആരെയും അഡ്മിറ്റ് ആക്കാൻ പറ്റുന്നില്ല ഇല്ലേ? അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം, ഒന്ന് ആലോചിച്ച് വെച്ചേക്കോ കേട്ടോ. ഇനി കുട്ടികൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണോ? വരയ്ക്കാറുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികള്? ഓക്കെ. അപ്പൊ അവർക്ക് കാറ് വരയ്ക്കാൻ ഇഷ്ടം കാണും, പക്ഷെ കാറ് വരയ്ക്കാൻ അറിയാമോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെ നമുക്ക് എങ്ങനെ അവരെ വരപ്പിക്കാം? അതിനെന്തേലും ടെക്നിക്ക് ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. വരയ്ക്കാൻ അറിയാത്ത കുട്ടി, പക്ഷെ വരയ്ക്കുന്ന എന്തിനാണ് ഇവിടെ? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്ലാസ്സിൽ ഇപ്പൊ ഒരു വരയ്ക്കലിന്റെ ആക്ടിവിറ്റിയാണ് വന്നത്, അതിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കുട്ടിയുടെ വരയിലേക്ക് പോകാൻ പറ്റും. ഞാൻ പറയാം, ഡോട്ടഡ് ലൈൻസ് കണ്ടിട്ട് പടം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു പേപ്പറിനകത്ത് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 20 കുട്ടികളാണുള്ളതെന്ന് വിചാരിക്കുക. സപ്പോസ് 20 വെള്ള പേപ്പർ എടുക്കുന്നു നിങ്ങള്. ഇപ്പൊ നിങ്ങൾ നല്ല ടീച്ചേഴ്സാണ്, മക്കളെ പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ടീച്ചേഴ്സാണ്. കൊച്ചുമക്കളെ അവരോട് പറയുന്നത് നമ്മളിപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് സംസാരിക്കുന്ന പോലെ അല്ല ഒരു ടീച്ചർ ഈ KG സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നത്. ആ ലാംഗ്വേജിനെ ഇംഗ്ലീഷിൽ പറയും. അത് നമ്മൾ പറയുമ്പോൾ അതിന്റെ ടോണിലൊക്കെ വ്യത്യാസം വരും അല്ലേ? മക്കൾ എന്താ ചെയ്യുന്നേടാ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പം അഞ്ജലി കുട്ടിയുടെ അടുത്ത് എന്ന് ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നമ്മൾ കൊച്ചു മക്കളോട് ചോദിക്കുന്ന ആ ടോൺ ഒരു അമ്മയുടെ ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജിന് ഇംഗ്ലീഷിൽ പറയുന്നത് മദറീസ് എന്നാണ്. മദറീസ്, മദർ, അമ്മ, മദറീസ്. അപ്പൊ ആ ടൈപ്പിലെ ലാംഗ്വേജ് ആണ് നമ്മൾ കുട്ടിയോട് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും സ്നേഹത്തോടെയാണ് നമ്മൾ കുട്ടിയോട് സംസാരിക്കുന്നത്. കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമുക്ക് കടമയുണ്ട്. നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും KGയിലൊക്കെ നല്ല ഫീസ് തന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഫീസ് നമ്മൾ വാങ്ങുമ്പോൾ അതിന് കുറേ നമുക്ക് അതിനോട്
കൃത്യത പുലർത്തി അവരെ കുട്ടിക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് കുറെ ഹോംവർക്കുകളും ഞാൻ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾക്ക് വരയ്ക്കാൻ കഴിയില്ലെങ്കിൽ ഞാനെന്ന ടീച്ചർ വിചാരിക്കും എങ്ങനെ ഇവരെ വരപ്പിക്കാം. ഡോട്ടഡ് ലൈൻസ് ഇട്ടു. ഞാനൊരു സ്കൂളിൽ ചെയ്ത കാര്യം പറയുന്നത്, കാറിന്റെ പിക്ചറിനെ തന്നെ ഡോട്ട് ഇട്ടു. ഈ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം ഒരു പിക്ചർ ആവും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ആ ഓക്കെ. ഈ കളിക്കുടുക്കയോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോ ഈ ഡോട്ട് കംപ്ലീറ്റ് ചെയ്ത് പിക്ചർ ആക്കാൻ കുട്ടികൾ ആദ്യം എടുത്ത് വെച്ച് ചെയ്യുന്ന അതായിരിക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കാറിന്റെ ഡോട്ടഡ് ലൈൻ കൊടുക്കാം. എന്നിട്ട് കുട്ടികളടുത്ത് ആ ഡോട്ടിൽ കൂടെ വരയ്ക്കാൻ പറയാം. ആ വരച്ച് ആ പിക്ചർ തെളിഞ്ഞു വരുന്ന സമയത്ത് കുട്ടിക്ക് വലിയ സന്തോഷമായിരിക്കും, ഒരു പടമായിട്ട് ഒരു ചിത്രമായി അതിനെ കാണുമ്പോൾ. ഓക്കെ, അപ്പോ വരയ്ക്കാൻ പറയുന്നു. കുട്ടി ഡോട്ട് വരച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുടെ അടുത്ത് ചോദിക്കാം ഇത് ഏത് പിക്ചറാണെന്ന് ആദ്യം പറയില്ല അവരോട്. അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റിയെന്ന് വരൂല, നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ടീച്ചർ ഒരു പേപ്പർ തരാം, അതിലൊരു ചിത്രം ഒളിച്ചിരിപ്പുണ്ട്, അത് ഏതാണെന്ന് പറയാമോ എന്ന് ആദ്യം ചോദിക്കുന്നു. അപ്പൊ കുട്ടി ചുമ്മാ ഏതെങ്കിലുമൊക്കെ പറയും, നമുക്ക് വരച്ചു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡോട്ടുകളിൽ കൂടെ കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കാൻ പറയുന്നു. അവര് വരച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് നമ്മൾ അവരോട് ചെല്ലുന്നു, വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് ഏതെങ്കിലുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അവസാനം വരച്ചു വരുമ്പോഴാണ് അതൊരു കാറാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവര് കാറ് വരച്ചു. അപ്പൊ അതിന്റെ താഴെ അവർക്ക് എന്ത് എഴുതാം? അവർക്ക് കാർ വരച്ചു കിട്ടി. എല്ലാവരുടെ കയ്യിലും ഇപ്പൊ കാർ എന്നുള്ളത് വരച്ചു. ടീച്ചർ പറഞ്ഞു യെസ് ദിസ് ഇസ് എ കാർ. ഇനി ദിസ് ഇസ് എ കാർ എന്ന് അതിന്റെ താഴെ എഴുതണം. എഴുതാൻ പറ്റുമോ കുട്ടിക്ക്? അല്ലെങ്കിൽ കാർ എന്ന് എഴുതാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയ ചാർട്ടില് കിടക്കുന്നുണ്ടാവല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഇന്റലിജന്റ് ടീച്ചർ. സോ ഐ അപ്രീഷിയേറ്റ് യു ഷൈനി ടീച്ചർ. അതിനാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് ബോർഡിൽ എഴുതി തുടച്ചു കളയലല്ല, ചാർട്ടിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ദിസ് ഇസ് എ കാർ എന്ന് എഴുതിയത് അവിടെ ഉണ്ട്. ഇനി മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് കാർ എന്നും എഴുതാം. കാർ, ദിസ് ഇസ് എ കാർ, എ ബ്ലൂ കാർ. ഇത്രയും കുട്ടിയുടെ മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് എന്തു പറയാം? നിങ്ങൾ കാറ് വരച്ചല്ലോ, ഇനി ആ കാറിനെ കുറിച്ച് എഴുതൂ. ആ ചാർട്ടിൽ കിടപ്പുണ്ട്, അതിൽ നോക്കി എഴുതൂ. നിങ്ങൾ അക്ഷരത്തിന്റെ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. കുട്ടി അതിൽ നോക്കിയിട്ട് അതുപോലെ വരച്ച് അവൻ കാറെന്ന് എഴുതും. ഇനി ഈ സ്റ്റേജിൽ വെറും കാർ എന്ന് മാത്രം എഴുതാൻ പറ്റുള്ളെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ദെയർ ലൈക്ക് ദാറ്റ്. വീണ്ടും നെക്സ്റ്റ് ഡേ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടി വീണ്ടും അതിൽ ദിസ് ഈസ് എ കാർ എന്ന് ഈ വരച്ചത് അവിടെ സൂക്ഷിക്കണം നിങ്ങൾ. അതൊരു കുട്ടിയുടെ പോർട്ട്ഫോളിയോയുടെ ഒരു പേജായി ക്ലാസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി കുട്ടിക്ക് കളറ് ക്രയോൺസ് ഒക്കെ കാണും കുട്ടികൾക്ക്. കളറിങ്, ഡ്രോയിങ് ഒക്കെ ഈ ഏജിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആക്ടിവിറ്റീസ് ആണ്. ഇനി അവരോട് കളർ ചെയ്യാൻ പറയണം. അപ്പോ പല കളറുകളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോ ബ്ലൂ കാർ ആണ് കളർ ചെയ്യുന്നെങ്കിൽ നമുക്ക് കളറ് പിന്നീടേ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കളറ് വരച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ടീച്ചറ് കുഞ്ഞു കാറുകളുടെ പടം വരച്ചിട്ട് അതിനെ കളർ ചെയ്യുന്നു, ബ്ലൂ കാർ. ഇനി റെഡ് ഇട്ട് ഒരു കാർ വരച്ചിട്ട് ചാർട്ടിൽ തന്നെ അതിന്റെ വലതുവശത്തോട്ട് റെഡ് കാർ, യെല്ലോ കാർ, ഗ്രീൻ കാർ എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഈ കുട്ടികളോട് കളർ ചെയ്യാൻ പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാം. ഇപ്പൊ ഗ്രീൻ ആണ് ചെയ്ത കുട്ടിയാണെങ്കിൽ ടീച്ചർ കാറിന്റെ പടം ആ കളർ വെച്ച് ഒട്ടിച്ചു. അതിന്റെ വലതുവശത്ത് ടീച്ചർ ചാർട്ടില് ഗ്രീൻ കാർ എന്ന് എഴുതിയത്, ഗ്രീൻ വരച്ച കുട്ടിയാണെ അതിൽ നോക്കി എ ഗ്രീൻ കാർ എന്ന് എഴുതാൻ പറ്റും. അപ്പോ കുട്ടിക്ക് എഴുതാനുള്ള ക്യൂസ് അല്ലെങ്കിൽ ക്ലൂസ് നമ്മുടെ ക്ലാസ് മുറികൾക്കകത്ത് തന്നെ ഉണ്ടാവുന്നു. അതിൽ നോക്കിയിട്ട് കുട്ടി അത് മനസ്സിലാക്കുന്നു. എന്റെ കാറിന്റെ കളർ ഏതാണ്, ദേ അവിടെ കിടക്കുന്നുണ്ട്, അത് നോക്കി കുട്ടി തന്റെ പേപ്പറിലേക്ക് എഴുതുന്നു. ഇപ്പൊ കുട്ടി വരച്ച കാറ് റെഡ് കാർ ആണെങ്കിൽ ദിസ് ഇസ് എ കാർ, എ റെഡ് കാർ.
വേറൊരു കുട്ടി ബ്ലൂ കാറാണ് വരച്ചതെങ്കിൽ ദിസ് ഇസ് എ കാർ, എ ബ്ലൂ കാർ. ഇത്രയും കഴിഞ്ഞു. അതിനുശേഷം ഓരോ കുട്ടിയാണ് വരയ്ക്കുന്നത്. ഈ കുട്ടികൾ ഓരോരുത്തരും വരച്ച ചിത്രം ക്ലാസ്സിൽ ടീച്ചറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എല്ലാ കുട്ടികളെയും ആ ചിത്രം കാണിക്കുന്നു. കാണിച്ചിട്ട് മോന്റെ കാറ് എല്ലാ കുട്ടികളെയും പരിചയപ്പെടുത്തൂ അല്ലെ കാണിക്കൂ എന്ന് പറയുമ്പം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, എല്ലാരെയും കാണിക്കൂ എന്ന് പറയുന്നു. മോൻ ഈ കാറിനെ കാണിക്കുന്നു. അത് തൊട്ടൊന്ന് വായിച്ചേ. ദിസ് ഇസ് എ കാർ, എ റെഡ് കാർ. അടുത്ത ആള് വരുന്നു. ദിസ് ഇസ് എ കാർ, എ ഗ്രീൻ കാർ. ദിസ് ഇസ് എ കാർ, എ ബ്ലൂ കാർ. ഇങ്ങനെ ഓരോ കുട്ടിയും വന്ന് വായിക്കുന്നു. ഇനി ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാം. ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഇങ്ങനെ ഒട്ടിച്ച് നിങ്ങൾക്ക് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ സ്റ്റിക്കർ, ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടാവും, അത് വെച്ച് ഒട്ടിച്ചു വെക്കാം. അപ്പൊ ഈ കുട്ടിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, ഞാൻ വരച്ചതാണ്, എന്റെ ഗ്രീൻ കാറാണ്, ദിസ് ഇസ് എ കാർ, എ ഗ്രീൻ കാർ. വളരെ ഈസി ആയിട്ട് കുട്ടിക്ക് സെന്റൻസ്. ദിസ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ, ഇതൊരു അക്ഷരമല്ല. അപ്പൊ നിങ്ങൾക്ക് അഭിമാനപൂർവ്വം പാരന്റ്സിനോട് പറയാം, നിങ്ങളുടെ കുട്ടി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി, കാറിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് എഴുതിയത്. അവൻ അത് വായിക്കും. നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ, അവൻ തൊട്ട് വായിക്കും. നിങ്ങൾ പറയുന്ന വാക്ക് അവൻ തൊട്ട് കാണിക്കും. ഇത് നമുക്ക് ഒരാഴ്ച കൊണ്ട് എല്ലാ കുട്ടിയിലും ഒരു 3 ദിവസം കൊണ്ട് വരുത്താൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. എത്ര ഇന്റലിജൻസ് കുറഞ്ഞ കുട്ടീന്ന് നമ്മൾ പറഞ്ഞാലും ഈ ആക്ടിവിറ്റികളിലൂടെ നമുക്ക് ആ കുട്ടികളെ കൃത്യമായി എഴുത്തിലേക്കും വായനയിലേക്കും കൊണ്ടുവരാം. ഈ ടൈപ്പ് വായനയ്ക്കാണ് പറയുന്നത് ഗ്രാഫിക് റീഡിംഗ്. ഈ ടൈപ്പ് എഴുത്തിനാണ് പറയുന്നത് ഗ്രാഫിക് റൈറ്റിംഗ്. അക്ഷരങ്ങൾ ഓരോന്നായി പഠിച്ചല്ലാതെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ആ ആശയത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് കുട്ടികളെ വാക്കുകളെ മനസ്സിലാക്കി കുട്ടി സ്വയം വായിക്കാനും എഴുതാനും പെട്ടെന്ന് പഠിക്കുന്ന രീതിയാണ് ഗ്രാഫിക് റീഡിംഗ് ആൻഡ് ഗ്രാഫിക് റൈറ്റിംഗ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു പാട്ട് പാടിയാലോ? അടുത്ത ക്ലാസ്സിലാവാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവാം. അപ്പോഴാണ് ടീച്ചറും കുട്ടികളും കൂടെ വേറെ പാട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ഇത് വെച്ചാൽ ദിസ് ഇസ് എ കാർ, എ കാർ, എ കാർ എന്ന് പറയുന്നു, അല്ലെ എ ബ്ലൂ ബ്ലൂ കാർ. ദിസ് ഇസ് എ കാർ, എ കാർ, എ കാർ. ദിസ് ഈസ് എ ബസ്, എ ബസ്, എ ബസ്. ബസിന്റെ ചിത്രമാണെങ്കിൽ ഇനി അങ്ങനെ വെച്ചിട്ട് ആ ലൈൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സോങ്ങിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ കുട്ടി വരച്ചത് ബ്ലൂ കാർ ആണെങ്കിൽ ദിസ് ഇസ് എ കാർ, എ കാർ, എ കാർ, എ കാർ. റിപ്പീറ്റ് ചെയ്ത ഒരു സോങ് ആയിട്ട് വരുന്നു. ദിസ് ഇസ് എ കാർ, എ കാർ, എ കാർ, എ കാർ. ഒരുമിച്ച് എല്ലാരും കൂടി കൈയൊക്കെ കൊട്ടി ഒന്ന് പാടുന്നു. ഇനി ദിസ് ഇസ് എ കാർ, എ ബ്ലൂ ബ്ലൂ കാർ. 4 വരിയായി. ദിസ് ഇസ് എ കാർ, എ കാർ, എ കാർ. ദിസ് ഇസ് എ കാർ, എ ബ്ലൂ ബ്ലൂ കാർ. ഇങ്ങനെ ടീച്ചർ പാടുന്നു. എന്നാ ടീച്ചർ ആ സോങ് എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ 4 ലൈൻ ടീച്ചർ എഴുതി കാണണം. അപ്പൊ കുട്ടിക്ക് ദിസ് ഈസ് എ കാർ അറിയാം. ഇപ്പൊ ടീച്ചർ എഴുതുന്നു ദിസ് ഈസ് എ കാർ. നെക്സ്റ്റ് ലൈൻ ഏതാ? ഇപ്പൊ ഒരു സോങ്ങിന്റെ ലൈൻ പറഞ്ഞല്ലോ, അത് ഏതാ അടുത്ത ലൈൻ? ഇനി വീണ്ടും അടുത്ത ലൈൻ ഏത് എങ്ങനെ ടോണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കേട്ടോ. ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. അടുത്ത വീണ്ടും ദിസ് ഈസ് എ കാർ, എ ബ്ലൂ ബ്ലൂ കാർ. റെഡ് ആണെങ്കിൽ ദിസ് ഈസ് എ കാർ, എ റെഡ് റെഡ് കാർ. അപ്പൊ സോങ്ങിലേക്കായി ദിസ് ഈസ് എ കാർ, എ ബ്ലൂ ബ്ലൂ കാർ. ദിസ് ഈസ് എ കാർ, എ റെഡ് റെഡ് കാർ. ഇനി ഇതിൽ നിന്ന് സോങ്ങിനെ വലുതാക്കാം. ക്ലാസ്സില് ഓരോ കുട്ടിയും പാടുന്നു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ചാർട്ടിൽ എഴുതും ദിസ് ഈസ് എ കാർ. അനന്തു പറഞ്ഞ അനന്തുവിന്റെ കാർ ഏതാന്ന് പറയും എ ബ്ലൂ ബ്ലൂ കാർ. അപ്പൊ ടീച്ചർ പറഞ്ഞുകൊണ്ട് എഴുതും എ ബ്ലൂ ബ്ലൂ കാർ. ഇത് അനന്തുവിന്റെ കാറാണേ എന്നൂടെ പറയും. അടുത്ത് ഐശ്വര്യയുടെ കാർ ഏതാന്ന് ചോദിക്കും. റെഡ്. ഓ ദിസ് ഈസ് എ കാർ, എ റെഡ് റെഡ് കാർ. ഐശ്വര്യയുടെ കാറാണ് കേട്ടോ. ഈ ലൈൻ ഐശ്വര്യയുടെതാണ്.
അടുത്ത ആളിന്റെ അടുത്ത് ചോദിക്കുന്നു, അമലിന്റെ ഏതാ? യെല്ലോ കാർ ആണ്. ദിസ് ഈസ് എ കാർ, യെല്ലോ കാർ, അത് എഴുതുന്നു. അപ്പോ ഇതുപോലെ ലൈൻസ് ക്ലാസ്സിൽ ഓരോ കുട്ടിയുടെയും ലൈൻസ് വെച്ചിട്ട് ആഡ് ചെയ്ത് ഒരു വലിയ സോങ് ആവും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണേ? കേക്കാം. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത് ആക്ടിവിറ്റിയുടെ എക്സ്റ്റൻഷൻ? മനസ്സിലായി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ, അപ്പൊ നോക്കൂ, ഇവിടെ എഴുതുന്നത് വളരെ ശ്രദ്ധിക്കണം. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ എന്ന് എഴുതുമ്പോ റെഡ് എന്നുള്ളത് റെഡ് മാർക്കർ വെച്ച് തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ദിസ് ഈസ് എ കാർ, എ ബ്ലൂ കാർ എന്ന് എഴുതുമ്പോ ബ്ലൂ എന്നുള്ളത് ബ്ലൂ കളർ മാർക്കർ വെച്ച് എഴുതണം. ദിസ് ഈസ് എ കാർ, എ ഗ്രീൻ കാർ എന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ ഗ്രീൻ എന്നുള്ളത് യൂസ് ഗ്രീൻ മാർക്കർ. അപ്പൊ പെട്ടെന്ന് കളർ ഐഡന്റിഫിക്കേഷൻ കുട്ടിയിൽ വരും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്? ഇത് ഇത്രയും ആക്ടിവിറ്റീസ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കുണ്ടോ? എന്നിട്ട് അടുത്തെന്ന് പറയുന്നത് ലൈൻസ് തൊട്ട് കാണിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളെ വിളിക്കണം. വളരെ രസകരമാണത്. കുട്ടികൾ വളരെ എൻജോയ് ചെയ്താണ് ഇവിടെ ലാംഗ്വേജ് കേൾക്കുന്നതും പറയുന്നതും തിരിച്ചറിഞ്ഞ് അവർ വരികൾ തൊട്ട് കാണിക്കുന്നതും എല്ലാം. അപ്പോ ബ്ലൂ കാർ എന്നുള്ളത് തൊട്ട് കാണിക്കാൻ ഒരു കുട്ടിയെ വിളിക്കുന്നു. അടുത്ത ദിസ് ഈസ് എ കാർ, യെല്ലോ കാർ, ഗ്രീൻ കാർ തൊട്ട് കാണിക്കൂ എന്ന് പറയുന്നു. ഓരോരുത്തരും വരുന്നു, ഓടി വരുന്നു, കാണിക്കുന്നു. ശരി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നോ എന്ന് പറയുന്നു. ശരിയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യുന്നു. ടീച്ചറും കുട്ടികളും കൂടി ചേർന്ന് ഇങ്ങനെ ആവുമ്പോൾ ഒരാഴ്ച കൊണ്ട് എത്ര സെന്റൻസുകളാണ് അവർ വായിക്കാൻ പഠിക്കുന്നത്? എത്ര സെന്റൻസ്! ഇത് കാണാതെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയൊന്നുമല്ല പഠിപ്പിക്കുന്നത്, അവർ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ എഴുതുക. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, ഇപ്പൊ ഇതെല്ലാം നടക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. What is the color? Yes. What is your car? A green car. Oh, very nice car. ഇങ്ങനെയൊക്കെ ഈ കളർ ചെയ്യുന്ന സമയത്ത് ടീച്ചർ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് കുട്ടി, ഇവിടെ നോക്കൂ, നമ്മൾ ഒരിക്കലും കേൾക്കുന്നതിന് മാത്രം ഒരു കാര്യം പറഞ്ഞില്ല. കേൾക്കുന്നതിനൊപ്പം എഴുത്തും അതിന്റെ കൂടെ വന്നു, വായനയും അതിന്റെ കൂടെ വന്നു. ഓക്കെ, അപ്പൊ കുട്ടിയുടെ ലിസണിങ് വന്നു. ലിസണിങ് ടീച്ചർ പറയുന്നതിലൂടെ ലിസൺ ചെയ്യുന്നു. സ്പീക്കിംഗ് വന്നു. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോ ആദ്യത്തെ ആ കാറിനെ ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി വരച്ച് വരുമ്പം തന്നെ വാട്ട് ഈസ് ദിസ് എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈനലി അവർ പറയുന്നു ദിസ് ഇസ് എ കാർ എന്ന് എത്തുന്നു. അപ്പോഴെല്ലാം ക്ലാസ്സിൽ ഇന്ററാക്ഷൻ നടക്കുന്നു, ലിസണിങ് നടക്കുന്നു, സ്പീക്കിംഗ് നടക്കുന്നു. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർ ഉത്തരം പറയുന്നു. ഈസ് ദിസ് എ കാർ? യെസ്, ദിസ് ഇസ് എ കാർ. അങ്ങനെ ആ ലിസണിങ്ങും സ്പീക്കിങ്ങും നടക്കുന്നു. പിന്നെ ടീച്ചർ അതിനെ എഴുതുന്നു, അത് ഒരുമിച്ച് വായിക്കുന്നു. അപ്പൊ റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നു. അപ്പോൾ ലിസണിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഇന്റഗ്രേറ്റ് ചെയ്ത് ഹോളായിട്ട് കണ്ടുകൊണ്ട് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. ഇനി ഭാഷ എപ്പോഴും അക്ഷരങ്ങളായി ഇങ്ങനെ മാറി മാറി നിൽക്കുന്നില്ല, വാക്കുകളായി ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അത് നമ്മൾ അതിനെ വ്യവഹാരങ്ങളെന്ന് പറയും, ഡിസ്കോഴ്സുകളെന്ന് പറയും. നമ്മളിങ്ങനെ ഓരോ വ്യവഹാരങ്ങളായാണ് ഈ ഭൂമിയിൽ ഭാഷ നിലനിൽക്കുന്നത് ലോകത്ത്. അപ്പോൾ ആ ഭാഷയെ അതുപോലെ നാച്ചുറലായിട്ട് കേൾക്കാനും നാച്ചുറലായിട്ട് അത് മനസ്സിലാക്കാനും അതേ രീതിയിൽ കുട്ടിക്ക് പറയാനും പ്രകടിപ്പിക്കാനും എഴുതാനും ഒക്കെ കഴിയുന്നതാണ് കുട്ടിയെ സംബന്ധിച്ച് ഭാഷ അക്വയർ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലെ കുട്ടി നന്നായി സംസാരിക്കും, നന്നായി എഴുതും, വായിക്കും. അങ്ങനെയുള്ള കുട്ടികളെയാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് നമുക്കും സാലറി കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് പാരന്റ്സ് ഒരുപാട് പൈസ ചെലവാക്കുന്നത്. അപ്പോ അങ്ങനെ തിരിച്ചറിയാനും വായിക്കാനും കഴിയുന്ന തരത്തില്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്
KG ക്ലാസ്സുകളിലെ കുട്ടികളിൽ നിന്ന് വളരെ ഒരു മാജിക് പോലെ നമുക്കത് കിട്ടും. അങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു സോങ് എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റിയിലൂടെ ക്ലാസ്സിൽ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ആ ഡിസ്ക്രിപ്ഷൻ സോങ് കുട്ടി എങ്ങനെയാണ് വായിക്കുന്നത്, കുട്ടി എങ്ങനെയാണ് എഴുതുന്നത്. ആദ്യം നിങ്ങൾ കുട്ടി എഴുതുമ്പോൾ അതിന്റെ ലെജിബിലിറ്റി ഒന്നും നോക്കണ്ട. ചിലപ്പോൾ ആദ്യം ഒരു പടം വരച്ചിട്ട് അതിന്റെ താഴെ കാറെന്ന് മാത്രമേ കുട്ടി എഴുതൂ. പിന്നെ ചിലപ്പോൾ അവൻ കളറൂടെ ചേർത്ത് റെഡ് കാർ. ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ച് നിങ്ങൾ അവിടെ അവരെ എഴുതാൻ പറഞ്ഞാൽ മതി. ചില കുട്ടികൾ കുറച്ചുകൂടെ എന്താണ് കഴിവുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ദിസ് ഇസ് എ കാർ, എ റെഡ് കാർ എന്നൊക്കെ എഴുതാൻ പലപ്പോഴും പല കുട്ടികൾക്കും കഴിയും. ഇനി അഥവാ കുറച്ച് ലോ ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ അപ്പോഴും കാർ, എ ബ്ലൂ കാർ എന്ന് എഴുതിയാൽ മതി അവിടെ. അല്ലെ എ കാർ എന്ന് അന്ന് എഴുതുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും അവൻ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു സെന്റൻസ് ആയിട്ട് ദിസ് ഇസ് എ കാർ, എ ബ്ലൂ കാർ എന്ന് എഴുതും. ഓക്കെ, ഇത് ഒരു 4-5 ദിവസം കൊണ്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ഞാനിപ്പം പറഞ്ഞത്. ഇനി വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയും. ആശയ ഭൂപടം. നമ്മള് ഒരു കാറിന്റെ നിങ്ങൾ ഒരു സെന്ററില് ഒരു വട്ടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കാർ എന്ന് എഴുതുന്നു. ഞാൻ കണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ? കാറിന്റെ പിക്ചർ വേണമെങ്കിലും അവിടെ വെക്കാം. എന്നിട്ട് ഇങ്ങോട്ടുള്ള ഈ ഓരോ കാലുകളും വരച്ചിരിക്കുന്നില്ലേ, അതില് റെഡ് കാർ, ബ്ലൂ കാർ, ഗ്രീൻ കാർ, അങ്ങനെ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയൂ ഇതിനെ, ആശയ ഭൂപടം. ഇങ്ങനെ വരച്ചാല് കുട്ടിക്ക് വീണ്ടും എഴുതാൻ സഹായകമാകും. ഓരോ കുട്ടിയും വരച്ച കാർ ഏതാണെന്ന് ടീച്ചർ ഈ ചാർട്ടിൽ ഇതുപോലെ മധ്യത്ത് കാർ എന്ന് എഴുതിയിട്ട് റെഡ് കാർ അത് റെഡ് കളറിട്ട് എഴുതുന്നു, ഗ്രീൻ കാർ, യെല്ലോ കാർ, ബ്ലാക്ക് കാർ, അങ്ങനെ ബ്ലൂ കാർ, ഇങ്ങനെ ഓരോന്നും ആ കളർ വെച്ചിട്ട് ഈ കോൺസെപ്റ്റ് മാപ്പ് എഴുതി അതും ക്ലാസ്സിലുണ്ട്. അത് വായിക്കുകയും വേണം. അത് ടീച്ചർ തൊട്ട് വായിക്കുന്നു. ദേ ആരതിയുടെ ബ്ലൂ കാറാണ് ടീച്ചർ ഇവിടെ എഴുതിയത് എന്നുകൂടി അസോസിയേറ്റ് ചെയ്താൽ അത് വളരെ എളുപ്പമാവും. അല്ലെങ്കിൽ അബിൻ പറഞ്ഞ യെല്ലോ കാറാണ് ടീച്ചർ ഈ എഴുതിയേക്കുന്നത്, അപ്പൊ അബിൻ പറഞ്ഞ യെല്ലോ കാർ, അത്രയും കണക്ഷൻസ്, സിനാപ്റ്റിക് കണക്ഷൻസ് കുട്ടിയുടെ ബ്രെയിനിൽ വരും. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും കുട്ടി. വളരെ വണ്ടർഫുൾ ആയിട്ട് തോന്നും ക്ലാസ്സുകള്. അപ്പൊ പെട്ടെന്ന് കുട്ടി അത് ഐഡന്റിഫൈ ചെയ്യുന്നു, അവന്റെ ചിത്രത്തിലേക്ക് എഴുതാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് മുറിക്കകത്ത് ചെയ്യാൻ കഴിയും. എളുപ്പത്തിൽ കുട്ടിയെ വായിപ്പിക്കാനും എഴുതിക്കാനും കേട്ടാൽ മനസ്സിലാകാനും സംസാരിക്കാനും കഴിയുന്ന രീതിയിലേക്ക് ആക്ടിവിറ്റീസിനെ മാറ്റണം. അപ്പൊ ഇതുപോലെ ബസിന്റെ ചിത്രമാവാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വരുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് എന്നൊരു തീമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ആ ഫ്രൂട്ട്സിന്റെ ചിത്രങ്ങളാവാം. ചിത്രം വരയ്ക്കുമ്പോൾ ഇതുപോലെ ഗ്രാജുവലി വരച്ച് ഡെവലപ്പ് ചെയ്യുന്ന ചിത്രമാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടും ക്ലാസ്സിൽ. കുട്ടി അത് പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ആപ്പിൾ വരയ്ക്കാൻ പോവുകയാണ്, വരച്ചു വരുമ്പോ ഇതൊരു ഫ്രൂട്ടാണ്, അപ്പൊ അത് ഓറഞ്ച് ആണ് എന്ന് പറയും. അല്ലെ, അപ്പൊ ഓറഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ആപ്പിൾ ആക്കി കൊണ്ടുവന്ന് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും അവിടെ. നോ, ദിസ് ഈസ് നോട്ട് ആൻ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കുഴിച്ചൊക്കെ ഇങ്ങനെ വരച്ചു വരുമ്പോ യെസ് ആപ്പിൾ, ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് എഴുതുന്ന രീതിയിലേക്ക്. അപ്പോ ചിത്രങ്ങൾ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് വരച്ച് വരച്ച് ക്ലാസ്സിൽ ഡെവലപ്പ് ചെയ്താല് കമ്മ്യൂണിക്കേഷന്റെ സാധ്യത ക്ലാസ്സിൽ കൂടും, കുട്ടിയുടെ പ്രെഡിക്ഷന്റെ സാധ്യത, സ്പീക്കിങ്ങിന്റെ സാധ്യത കൂടും, കുട്ടിയുടെ ശ്രദ്ധ പൂർണ്ണമായും ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഗെയിംസിലേക്ക് പോവാം. ഇപ്പം കുട്ടികള് വരച്ച കാറ് അല്ലെങ്കിൽ കുഞ്ഞു കാറുകള് അവരെ ബ്ലൂ കാർ അവരുടെ ഡ്രസ്സിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു കൊടുക്കുന്നു, യെല്ലോ കാർ അടുത്ത ആളിന്റെ ഡ്രസ്സിൽ, ഇങ്ങനെ കുട്ടികളെ വട്ടത്തിന് നിർത്തുന്നു. അപ്പൊ ആ നിൽക്കുമ്പം കുട്ടികൾ ഒരു സർക്കിളിൽ നിൽക്കുകയാണ്. അവിടെ ബ്ലൂ കാർ, യെല്ലോ കാർ, റെഡ് കാർ, ഗ്രീൻ കാർ, ബ്ലാക്ക് കാർ, അങ്ങനെ ഓരോരുത്തരെ ഉണ്ട്. ഇനി
ഐ ഹാവ് എ കാർ, എ ബ്ലാക്ക് കാർ എന്ന് പറയുമ്പം ബ്ലാക്ക് കാർ ഉള്ളവരെല്ലാരും അവിടെ നിന്ന് സ്പേസ് മാറണം. മനസ്സിലായോ? കസേരകളി പോലെയും വരാം. കസേരയിൽ ഇരിക്കുന്നു, എന്നിട്ട് വെറുതെ അല്ലെങ്കിൽ സെന്റൻസ് വേണ്ട, ബ്ലാക്ക് കാർ എന്ന് പറയുമ്പോ ബ്ലാക്ക് കാറുകാരെല്ലാരും അവിടെ നിന്ന് എണീക്കുന്നു, അവരുടെ കസേര മാറുന്നു. അത് കഴിഞ്ഞ് റെഡ് കാറുകാർ എല്ലാരും എണീക്കുന്നു, കസേര മാറുന്നു. ഒരു കസേരയിൽ ആദ്യം ടീച്ചർ ഇരിക്കണം, ഒരു ചെയറിൽ. എന്നിട്ട് പിന്നീട് ഈ ടീച്ചർ അങ്ങ് മാറുന്നു, ആ ഒരു കസേര മാറ്റുന്നു. അപ്പൊ ഒരു കസേര കുറഞ്ഞു വരുന്ന രീതിയിൽ മ്യൂസിക്കൽ ചെയർ പോലെ ഈ ഇതിന്റെ സെന്റൻസുകളോ അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളോ വെച്ചിട്ട് ഗെയിംസിലേക്ക് കുട്ടികളെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന്. ഇനി മറ്റൊന്ന്, പലപ്പോഴും നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറികളുടെ പുറം കാണാറില്ല. ഇപ്പോ ലീവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ ഫ്ലവേഴ്സിനെ കുറിച്ചാണ്. ക്ലാസിന്റെ വെളിയിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് അവർ കാണുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റുകളെ പരിചയപ്പെടുത്തുകയും കാണുകയും ചെയ്യുന്ന രീതിയിലേക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുട്ടികളെ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ സെൻസറി എക്സ്പീരിയൻസ്, പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റുമോ അത്രയും കിട്ടുന്ന അനുഭവങ്ങൾ അത്രയും റിച്ച് ആയിരിക്കും. അവിടെ എല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ മാറിക്കഴിഞ്ഞാല് ക്ലാസ് വണ്ടർഫുൾ ആയിരിക്കും. എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ്, ഇപ്പൊ ദിസ് ഈസ് എ കാർ എന്ന് പറയുമ്പോ ദിസ് എന്ന് തന്നെ ടീച്ചർ പറയുക. ദിസ് ആസ് എ ഹോൾ കുട്ടി കാണണം, അല്ലാതെ THIS എന്ന് എഴുതിയിട്ട് ദിസ് എന്ന് പറയുമ്പോ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അത് അത്രയും ഗ്രഹിക്കാൻ കഴിയില്ല. അതിനേക്കാളും ദിസ് ഒരു ഒറ്റ ഫോട്ടോഗ്രാഫ് പോലെയാണ് ദിസ് കാണുന്നത്. അങ്ങനെ പഠിക്കുന്ന കുട്ടിക്ക് റീഡിങ് സ്പീഡ് കൂടും. പെട്ടെന്ന് അവർ ഗ്രാജുവലി ഓരോ ക്ലാസ്സിലും പഠിച്ചു വരുമ്പം ഈ THIS ദിസ് എന്ന് വായിക്കുന്ന കുട്ടി ഉണ്ട്. അങ്ങനെ പഠിക്കുന്ന കുട്ടി ആദ്യം ബുക്ക് എടുത്ത് വായിക്കാൻ പറയുമ്പോൾ THIS ദിസ് എന്ന് വായിക്കുന്ന കുട്ടിയുണ്ട്. അതേസമയം ഈ രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ ഇങ്ങനെ എടുത്തുടൻ THIS ഒന്നും വായിക്കാൻ നിൽക്കില്ല, ദിസ് എന്ന് തന്നെ ആ കുട്ടി വായിക്കും. അങ്ങനെ വായിക്കുന്ന കുട്ടിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വായിക്കുന്ന കുട്ടിക്കാണ് റീഡിംഗ് സ്പീഡ് കൂടുന്നത്. വലിയ ക്ലാസ്സിലാകുമ്പോൾ പെട്ടെന്ന് ഒരു പേജ് എടുത്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോവാൻ കുട്ടികൾക്ക് കഴിയും. ആ ലെവലിലേക്ക് നമ്മൾ കുഞ്ഞിലെ പ്രാക്ടീസ് ചെയ്യണ പോലെ ഇരിക്കും. ഈ രീതിയിലാണ് കുട്ടികളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിന്റെ ലിസണിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ഓൺലൈനിൽ കൂടെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എവിടത്തെങ്കിലും ഒരു 10-20 കുട്ടികളെ കൊണ്ടുവന്നാൽ അവരെ വെച്ച് ഈ ക്ലാസ് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ എക്സലന്റ് മാർവലസ് ആയിട്ട് തോന്നും. അത്ര രസകരമായിട്ട് ഈ ക്ലാസ് എടുക്കുന്ന ആളിന് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കുട്ടികളെ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റും. കുട്ടികളെല്ലാം മറന്ന് കളിക്കാൻ വേറെ പോണം എന്നൊന്നും പറയില്ല. ഇതൊരു കളി പോലെ വളരെ രസകരമായി ജോയ്ഫുൾ, ദ ലേണിംഗ് വിൽ ബിക്കം വെരി വെരി ജോയ്ഫുൾ. ഇതാണ് ഈ തരത്തിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുത്താലും അത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് വേണം കൊടുക്കേണ്ടത്. ഈ ആക്ടിവിറ്റി ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്? അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ ഉണ്ടാവണം, ലിസണിങ്ങിന് കുട്ടിക്ക് മനസ്സിലാവണം. എന്തെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞാൽ പോരാ, കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം. കേട്ട് മനസ്സിലാക്കാൻ, എഴുതാൻ, വായിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാവണം. ഇനി മറ്റൊരു ആക്ടിവിറ്റിയാണ് സ്റ്റോറി ടെല്ലിംഗ്. എനിക്ക് തോന്നുന്നു എന്റെ ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ് ഇസ് 11:15. അപ്പോ സ്റ്റോറി ടെല്ലിങ്, അപ്പൊ സ്റ്റോറിയെ എങ്ങനെയാണ് വളരെ രസകരമായി പറഞ്ഞ് ഇംഗ്ലീഷ് കുട്ടിക്ക് കേട്ടാൽ മനസ്സിലാകാനും തിരിച്ചു പ്രതികരിക്കാനും പറ്റുന്ന രീതിയിൽ എന്നുള്ളത് മറ്റൊരു ടെക്നിക്കാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. മറ്റൊരെണ്ണമാണ് കളി. ഇന്ന് നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളിച്ചാലോ? വിച്ച് ഗെയിം? ഷാൽ വി പ്ലേ ക്രിക്കറ്റ്? യെസ്, കം. വേർ ഇസ് ദ ബാറ്റ്? ഒരു ചെറിയ ബാറ്റും പ്ലാസ്റ്റിക് ബാറ്റോ ബോളോ ഒക്കെ നമ്മൾ കരുതുന്നു. ഓക്കെ, കം. ഇനി ടീമിനെയൊക്കെ തിരിക്കുന്നു. അല്ലെങ്കിൽ ബോൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്ന കളിയാവാം. എറിഞ്ഞുകൊണ്ട് പറയുന്നു ക്യാച്ച് ദ ബോൾ. ഓക്കെ, ആഹാ ആശ, യു ക്യാച്ച് ദ ബോൾ. ആശ അങ്ങോട്ട് ബോൾ പിടിക്കാനായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഗുഡ് ക്യാച്ച്. ഇതൊക്കെയാണ്
കളികളിലൂടെ ഇംഗ്ലീഷ്. നൗ ഹു ഈസ് ബാറ്റിംഗ്? കം, യു ബാറ്റ്, യു ബൗൾ. ഇതൊക്കെ കളികളിലൂടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ പാട്ടുകളിലൂടെയും കളികളിലൂടെയും പരിസര നടത്തത്തിലൂടെയും ചിത്രം വരയിലൂടെയും ഒക്കെ നമുക്ക് കുട്ടികളെ വളരെ രസകരമായി ഇംഗ്ലീഷ് അക്വയർ ചെയ്യുന്നതിന് സഹായിക്കാൻ പറ്റും. എന്നിട്ട് ഒരു മാസം ആകുമ്പോഴേക്ക് ഇതെല്ലാം ഈ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ചത്, ഇതൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ആ ഡിസ്പ്ലേയിലൂടെ എപ്പോഴും ആ ഒരു വിഷ്വൽ ഇത് വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും എഴുതാനും കഴിയും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു. സ്റ്റോറി ടെല്ലിങ്ങിന്റെ കുറിച്ചൊന്ന് പറയാവോ? സ്റ്റോറി ടെല്ലിംഗ്, ഓക്കെ. സ്റ്റോറി, നമ്മൾ സാധാരണ സ്റ്റോറീസ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇത് പറയില്ലേ, എന്താണ്, ഉറുമ്പും ആൻഡ് ആൻഡ് ദ ഡൗ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇല്ലേ? ഉറുമ്പ് വെള്ളത്തിൽ വീഴുന്നു, മരത്തിലേക്ക് കയറിപ്പോയ ഉറുമ്പ് വെള്ളത്തിൽ വീഴുന്നു, മുകളിലിരുന്ന പ്രാവ് ഒരു ഇല എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോഴേക്കും ഉറുമ്പ് ആ ഇലയിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മള് പഴയ രീതിയിലാണ് സ്റ്റോറീസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റോറീസ് നമുക്ക് ഉപയോഗം കുറവാണ്. അപ്പൊ കുട്ടികളെ എങ്ങനെ, ഏത് തരത്തിലുള്ള സ്റ്റോറിയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ there lived a dove and an ant. They were friends. One day the ant fell into a pond. The dove picked a leaf and put it in the water. The ant moved on to the leaf and the dove and the ant were happy. ഇങ്ങനെ ഒരു ആന്റിന്റെയും ഡൗവിന്റെയും സ്റ്റോറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ സാധാരണ നമുക്ക് പുസ്തകങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: എ ഡവ് ആൻഡ് ആൻ ആന്റ് lived in a tree near a pond. One day the ant fell into the pond. It could not swim. The dove saw it. She dropped a leaf near the ant. The ant stepped on the leaf and reached the bank. The ant thanked the dove. ഇത്രയാണ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റോറീസിലുള്ള സ്റ്റോറി. പക്ഷേ ഇത് ഒരു KG ക്ലാസ്സില് നമുക്ക് പറയാൻ, ഇങ്ങനെ പറഞ്ഞാൽ കുട്ടിയുടെ ശ്രദ്ധയൊന്നും കിട്ടില്ല, കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരിക്കൽ ഒരു 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവരിങ്ങനെ താമസിച്ചിരുന്നു, ഒരു ഡവും ഒരു ആൻറ്റും എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ആ മലയാളം കേട്ടു എന്ന് വെച്ച് കുട്ടി ഇംഗ്ലീഷ് അക്വയർ ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോറിയിലേക്ക് എങ്ങനെ വരാം? അപ്പൊ നമുക്ക് അതിലേക്കൊരു എൻട്രി വേണം. അപ്പൊ ആന്റിന്റെ സ്റ്റോറി അല്ലേ, ഒരു ആന്റിനെ കാണിച്ചുകൊണ്ട് തുടങ്ങാം. ചെയ്യാൻ പറ്റും. ചിത്രം കാണിച്ചുകൊണ്ട്, ഫുള്ള് ചിത്രം കാണിക്കരുത്, ഒരു ഇൻട്രോഡക്ടറി അത് വെച്ചിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യണം. അതിനുശേഷം നമ്മള് കഥ പറഞ്ഞു തുടങ്ങണം. അപ്പൊ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ കഥ പറയുമ്പോ നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ച് കഥ പറയാം. കോഡ് സ്വിച്ചിങ്, കോഡ് എന്ന് പറഞ്ഞാൽ ഭാഷ എന്നാണ്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞു തുടങ്ങുന്നു. ഞാൻ ഇന്നൊരു കഥ പറയാം, ഉറുമ്പിന്റെയും പ്രാവിന്റെയൊക്കെ കഥയാണേ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ആന്റിനെയൊക്കെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് എവിടെയാ ഇവര് താമസിച്ചിരുന്നത്? They lived in a pond nearby എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ on the wayside there is a tree, a big mango tree. A big mango tree എന്ന് പറയുമ്പോ കഥ പറയുന്നതിനൊരു രീതിയുണ്ട്. On the wayside there is a tree, a big mango tree. ആ ട്രീയില് കുറെ ഉറുമ്പുകൾ താമസിച്ചിരുന്നു. A family of ants, father ant, mother ant and their little children.
One day, the ant was moving towards the flower. Nice smell came. Aha! The smell of mango flowers. ഈ രീതിയിൽ കഥ പറയാം. ഇടയ്ക്ക് ചില സെന്റൻസ് ഒക്കെ കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് കണ്ടാൽ ആ ഫുൾ സെന്റൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. അത് കഴിഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ആ ഫുൾ സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് വരാം. അപ്പോ ഇവിടെ ഒരു ഭാഷയിൽ നിന്ന് ഇടയ്ക്ക് മറ്റൊരു ഭാഷ കൂടെ കലർത്തി കഥ പറയുന്ന രീതിയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ കഥ പറയുമ്പോൾ കുട്ടിക്ക് ആ ഫീല് നന്നായിട്ട് കിട്ടണം, അത് അനുഭവിക്കാൻ പറ്റണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൊടുക്കണം. ഈ രീതിയിൽ കഥ പറയണം. മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്റ്റോറി ബുക്കിലൊക്കെ കാണുന്ന കഥയാണ്. ആ കഥയെ അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ കഥയെ നമ്മൾ വീണ്ടും നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാറ്റി എഴുതണം. എന്നിട്ടാണ് കഥ പറയേണ്ടത്. ഓക്കെ? അപ്പൊ ഇങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കണം. അത് നമ്മുടെ സെൻസ് ഓർഗാൻസിന് കിട്ടത്തക്ക കണക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഫ്ലവേഴ്സ് ഇൻ ദ മാംഗോ ട്രീ മെനി ഫ്ലവേഴ്സ്. The smell of flowers. Aha, nice smell. Father, father, I want honey. പക്ഷേ അത് വളരെ ഉയരത്തിലാണ്. ഫാദർ ആൻഡ് എങ്ങനെ അതിന്റെ പുറത്തെത്തും? നോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നോ നോ നോ, ഐ വാണ്ട് ഹണി. The little ant cried. Please go to the flower and get some honey, dear. The mother ant said. But it is very high. The father said, I may fall down. The little ant cried again, no, 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 I want honey. The father ant moved towards the top of the tree. It reached near the flower. Again it was very high. The father ant climbed up the tree. Suddenly a wind came. അല്ലെങ്കിൽ അവിടെ വിൻഡ് കുട്ടിക്ക് കിട്ടൂല എന്ന് നിങ്ങൾക്ക് തോന്നിയ പെട്ടെന്നാണ് ഒരു കാറ്റ് വന്നത്. The tree began to move. The leaves began to move. The father ant was afraid. Oh my God, I will fall down. The wind became stronger and stronger. The wind became heavier and heavier. The tree shook. Poor ant. The father ant fell into the pond. Help, help! The father ant cried. A dove was sitting there. അല്ലെങ്കിൽ അവിടെ നമുക്ക് പുതിയ ക്യാരക്ടറിനെ ഇതെല്ലാം കണ്ട് ഒരു പ്രാവ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. It plucked a flower. It plucked a leaf. It put the leaf into the pond. Climb on the leaf. Climb, climb. Move on to the leaf. The mother ant shouted, cried again. The father ant slowly moved on to the leaf. The ant was happy. അപ്പൊ ഈ രീതിയിൽ സ്റ്റോറിയെ നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി നമ്മൾ എമോഷൻസ് ഒക്കെ ചേർത്ത് പറയുമ്പോഴാണ് കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വോയിസ് നമ്മൾ കണ്ടെത്തണം. പഴയ നമ്മളെ ബുക്കുകളൊക്കെ നോക്കിയാൽ ഒരു 7-8 വരിയിൽ എഴുതിയിരിക്കുന്ന വളരെ ക്രിസ്പ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് കാണുന്നത്. അതിനൊരു ഇമോഷണൽ പഞ്ച് കുറവാണ്. അതിൽ ഇതുപോലെ കുട്ടികളെ അട്രാക്ട് ചെയ്യത്തക്ക സെന്റൻസസ്, ഈസിലി കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള സെന്റൻസസ് കുറവാണ്. അതിൽ പല ടൈപ്പ് സെന്റൻസ്. Alas, the father ant fell down.
അപ്പൊ അവിടെ നോക്കൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് അതിൽ വരും. എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ക്വസ്റ്റ്യൻസ്, പ്ലീസ് ഹെൽപ്പ്, നോ നോ ഐ ഡോണ്ട് ഗോ, ഐ എം അഫ്രൈഡ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് വരും. ഇതൊന്നും നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കഥയുടെ തീമിനകത്ത്. ഓക്കെ, ഇപ്പൊ ചില സെന്റൻസ് ആസ് എ ഹോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാം, പക്ഷെ വേറൊരു രീതിയിൽ മലയാളവും ഇംഗ്ലീഷും കൂടെ കലർത്തി യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്നോ, നമ്മൾ പകുതി ഇംഗ്ലീഷിൽ പറഞ്ഞ് പകുതി മലയാളത്തിൽ പറയും ഒരു സെന്റൻസിൽ തന്നെ. എന്റെ അമ്മോ ഇന്ന് ബസ്സിനകത്ത് നിൽക്കുമായിരുന്നു, പക്ഷെ എന്തിനു പറയുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു ബസ്സിനകത്ത്. ആ ക്രൗഡ് ഇംഗ്ലീഷ് ചേർത്തപ്പോ നമ്മൾ വിചാരിച്ചു ഓഹ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ചേർത്ത് പറയുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എണീറ്റപ്പോ ഒരുപാട് ലേറ്റായി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്ത് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഇംഗ്ലീഷ് അക്വയർ ചെയ്യാനായിട്ട് കുട്ടിയെ സഹായിക്കില്ല. കാരണം മലയാളത്തിന്റെ സ്ട്രക്ചറും ഇംഗ്ലീഷിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. ഇനി മറ്റൊരു രീതിയിൽ ഇംഗ്ലീഷും മലയാളവും കൂടെ യൂസ് ചെയ്യും. An ant was sitting on the branch of a tree. ഒരു മരത്തിന്റെ മുകളില് ഒരു ഉറുമ്പ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ കുട്ടിക്ക് ഇംഗ്ലീഷ് കേൾക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയുന്നു, ടീച്ചർ അതിനെ ഉടൻ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി വിചാരിക്കും ആ ടീച്ചർ ഇപ്പൊ മലയാളത്തിൽ പറയും. അപ്പൊ ഇംഗ്ലീഷ് ആർക്ക് വേണ്ടി പറയുന്നു? കുട്ടിക്ക് വേണ്ടി അവിടെ അല്ല. കാരണം കുട്ടിക്ക് മലയാളം കിട്ടുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ രീതിയിൽ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ കോഡ് മിക്സിംഗ് എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞ രീതി. ഞാൻ ഇന്ന് ബസ് കാത്ത് നിന്നു, പക്ഷെ എല്ലാ ബസ്സിലും ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ബസ്സിലും കയറിയില്ല. അവസാനം ഒരു ബസ് വന്നു, ഞാൻ ക്ലാസ്സിലെത്തിയപ്പോ ലേറ്റായി. ഇത് മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് പറയുന്ന രീതി. ഇതിനെ കോഡ് മിക്സിംഗ് എന്ന് പറയും. ഇതൊട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. ഇത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജി അല്ല. മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് പറയുന്നു, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതും ഒട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. ഇംഗ്ലീഷ് ഭാഷ ആർജിക്കുന്നതിന് ഇത് സഹായകമല്ല. മലയാളവും ഇംഗ്ലീഷും കൂടെ യൂസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു കഥ അവതരിപ്പിച്ചത്. ഫുള്ളായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നു. തൊട്ടടുത്ത് കുട്ടിയുടെ ചിന്ത ഇംഗ്ലീഷിൽ അങ്ങനാണെന്ന് കാണുമ്പോ ആ സമയത്ത് മാത്രം ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് പറയുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. അമ്മു സ്കൂള് വിട്ട് വീട്ടിലെത്തി. പുസ്തകം എല്ലാം റൂമിനകത്ത് വെച്ചിട്ട് അവള് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിന്റെ ഇരുവശത്തും നിറയെ ചെടികളുണ്ട്. പെട്ടെന്നാണ് അമ്മു കണ്ടത്, ആ ചെടിയുടെ ഇടയിൽ എന്തോ അനങ്ങുന്നുണ്ടല്ലോ. വാട്ട്സ് ദാറ്റ്? അവിടെ ഞാൻ ഫുൾ ഒരു എക്സ്പ്രഷൻ, ഒരു സെന്റൻസ് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞ സെന്റൻസ്? What's that? അപ്പൊ കുട്ടിയുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും ആ സമയത്ത്? അമ്മു മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് വീട്ടിന് ഇരുവശത്തും മുറ്റത്തിന് ഇരുവശത്തും നിറയെ ചെടികളുണ്ട്. പെട്ടെന്നാണ് ആ ചെടികൾക്കിടയിൽ എന്തോ അനങ്ങുന്നത് കണ്ടത്. അപ്പൊ കുട്ടിയുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? അടുത്തത് എന്തായിരിക്കും? അടുത്ത ചിന്ത അതെന്താണ്? വെരി ഗുഡ്, അതെന്താണ്? അപ്പോഴാണ് ടീച്ചർ അവിടെ അതെന്താണെന്ന് ഒന്നും പറയാതെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ പറഞ്ഞത്. വാട്ട്സ് ദാറ്റ്? അമ്മു അടുത്തേക്ക് ചെന്നു. മ്യാവ് മ്യാവ് മ്യാവ്. വാട്ട്സ് ദാറ്റ്? വീണ്ടും ചോദിക്കുന്നു. അപ്പൊ കുട്ടി എന്ത് പറയും കഥ കേൾക്കുന്ന? Cat. Cat. It's a cat. Beautiful cat. Ammu touched the cat. ഇതാണ് കോഡ് സ്വിച്ചിങ്. മനസ്സിലായോ? സ്വിച്ചിങ് ഓവർ ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. അവിടെ നമ്മൾ അതെന്താണ്, വാട്ട് ഈസ് ദാറ്റ് എന്നല്ല ചോദിച്ചത്. കുട്ടിയുടെ ചിന്ത അതെന്താണെന്ന് തന്നെ ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അങ്ങ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പൊ അതെന്താണ്, വാട്ട്സ് ദാറ്റ്? അമ്മു അടുത്തേക്ക് ചെന്നു. അപ്പൊ പിന്നെ നമ്മൾ ശബ്ദമാണ് കേൾപ്പിക്കുന്നത്, മ്യാവ് മ്യാവ്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്തായി?
ഓ അത് പൂച്ചയാണ് എന്ന് ഉറപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ക്യാറ്റ്. ഓക്കെ, കുട്ടിയുടെ ചിന്ത ഉറപ്പിച്ചിട്ട് അതിന് സമാനമായ ഇംഗ്ലീഷ് പറയുന്നു. അവിടെ പിന്നെ ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇറ്റ്സ് എ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു പൂച്ചയാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? No. കുട്ടികൾ